വീണ്ടും എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലുമുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ വീണ്ടും ജനനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായിരുന്നു. എന്താണ് വീണ്ടും ജനനം? ഒരു മനുഷ്യനിൽ രണ്ട് തരം വീണ്ടും ജനനം നടക്കേണ്ടതുണ്ട്. അതിലൊന്ന് കൃപയാൽ നമ്മുടെ ആത്മാവിൽ നടക്കുന്ന ഒരു വീണ്ടും ജനനമാണ്. അത് നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാമായി സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടും. എന്നാൽ നമ്മുടെ പുറത്തെ മനുഷ്യനിൽ നടക്കേണ്ടതായ ഒരു വീണ്ടും ജനനമുണ്ട്. അത് അനുദിനം നമ്മൾ ദൈവവചനം മനസ്സിലാക്കിയ വചനപ്രകാരം ജീവിക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയാൽ നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് പുറത്തെ മനുഷ്യനിൽ നടക്കുന്ന വീണ്ടും ജനനം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ദൈവവചനം, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നമ്മളെ പുറത്തെ മനുഷ്യനെ ദൈവരാജ്യത്തിനൊത്തവണ്ണം നമ്മുടെ പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ, ക്രമീകരിക്കുവാൻ, ആ നിയമത്തിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ നിയമത്തിലേക്ക് നമ്മുടെ മനുഷ്യൻ്റെ നിയന്ത്രണത്തെ കൊണ്ടുവരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അപ്പോൾ നമ്മളത് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്തെന്ന് അറിയുകയും അതനുസരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, അവിടെ നമ്മൾ 100% പെർഫെക്റ്റ് ആകുമെന്നുള്ളതല്ല. നമ്മളവിടെ പെർഫെക്റ്റ് ആകാൻ കഴിയാതെ വരുമ്പോൾ അവിടെയാണ് നമുക്ക് വീണ്ടും ക്രിസ്തുവിൻ്റെ ആവശ്യം വരുന്നത്. അവിടെയാണ് നമ്മൾ കൃപമേൽ കൃപ നമുക്ക് ആവശ്യം. നമ്മൾ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സ്വയത്തിൽ നമ്മൾ ഒരിക്കലും തികഞ്ഞവനാകുവാൻ നമ്മൾ ശ്രമിക്കരുത്. തികഞ്ഞവനായതുകൊണ്ട് ദൈവത്താൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ക്രിസ്തുവിലാണ് നമ്മുടെ അനുഗ്രഹം. പക്ഷേ ദൈവരാജ്യത്തിലായിരിക്കുന്ന നമ്മൾ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെ അറിയണം. ദൈവഹിതം ഇന്നതാണ് എന്നെക്കുറിച്ചൊന്ന് ഞാൻ അറിയണം. അതനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് തിരിച്ചറിയണം. പക്ഷേ എനിക്കവിടെ ഞാൻ അതിനെ ആഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു. അതാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളതെന്ന് യേശു പറഞ്ഞത്. അപ്പം ഞാനതിനു വേണ്ടി സമർപ്പിക്കുന്നു. പക്ഷേ എനിക്ക് അതിന് ഞാൻ ആ ലെവലിലേക്ക്, ആ നിലവാരത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമുക്ക് കൃപാസിംഹാസനം ക്രിസ്തു എന്ന നമ്മുടെ മധ്യസ്ഥൻ പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. എനിക്ക് ഇത്രേ കഴിയുന്നുള്ളൂ യേശുവേ എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞാൽ അവിടെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ നീതിയോടെ നിൽക്കുന്നവരായിട്ട് പിതാവ് നമ്മളെ, ആ സമർപ്പണത്തിന് മുമ്പിൽ പിതാവ് നമ്മളെ അത് നീതിയായി കണക്കിടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ദൈവരാജ്യത്തിനകത്താണെങ്കിൽ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ യോഗ്യരാണ്. സ്തോത്രം. ഇനി ഞാൻ ഇന്നും നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:7 യേശു പറയുന്നത് നമുക്ക് നോക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ എന്നിൽ വസിക്കുക കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നൽകുന്നതാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ളൊരു ബോധ്യം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ നമുക്ക് ആദ്യം പാപബോധം ഉണ്ടാവും. അടുത്തത് ദൈവത്തിൻ്റെ നീതി എന്താണെന്നുള്ളതിനെ തിരിച്ചറിവ്. അതാണ് ദൈവത്തിൻ്റെ നീതിയാണ് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ 6:33 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, മുന്നേ അവൻ്റെ രാജ്യവും, അതായത് ദൈവരാജ്യവും, അതായത് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ആ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ കിട്ടും? ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സകല ഭൗതികമായിട്ടുള്ള സകല നന്മകളും വിടുതലുകളും അത് നമുക്ക് ലഭിക്കുമെന്ന് യേശു അവിടെ പറഞ്ഞ് ഉറപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആദ്യം അവന് പാപബോധം കൊടുക്കും. അപ്പം പാപബോധം കൊടുക്കും, ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് വെളിപ്പെടുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുമെന്ന് എഴുതി. ലോകത്തിന് ബോധ്യം വരുത്തും. അപ്പം ന്യായവിധി, ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടും. അപ്പം നമുക്കൊരു ദൈവഭയം ഉണ്ടാവും. ഞാൻ ആ ന്യായവിധിയിൽ പെട്ടുപോകരുത് എന്നുള്ളൊരു ആഗ്രഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും. അപ്പം അതിൽ നിന്ന് എന്താ, ദൈവത്തിൻ്റെ നീതിയും നടക്കണമെന്ന് താല്പര്യമുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പാപബോധം പരിശുദ്ധാത്മാവ് നൽകുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതിയും നടക്കണമെന്നും നീതിയിൽ നടന്നില്ലെങ്കിൽ ഇതിനൊരു ന്യായവിധി ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. നമ്മൾ നോക്കിയറിയാം, രക്ഷിക്കപ്പെടാത്ത ലോക മനുഷ്യർക്ക് ഇതൊന്നുമില്ല. അവർ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഈ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്ന് അതുകൊണ്ടിട്ട് ഇതിന് ഒരു ശിക്ഷാവിധി ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ആത്മാവിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പാപം മോചിച്ച് കിട്ടി വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയിലും പരിശുദ്ധാത്മാവ് എന്ന് വസിച്ചിട്ട് ആദ്യം തരുന്ന തിരിച്ചറിവാണ് പാപബോധം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പാപബോധം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതിനെല്ലാം ഒരു ന്യായവിധി ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒന്ന് നമ്മൾ വായിച്ചതുപോലെ തന്നെ ഈ യോഹന്നാൻ 16:7 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിന് ചില കാരണങ്ങളും കൂടി പറയുന്നുണ്ട്. താഴത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വായിക്കുന്നില്ല. നമുക്ക് അതിനോട് അനുബന്ധിച്ച് പിന്നീട് പരിശുദ്ധാത്മാവ് നടത്തുന്നതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാനിപ്പോൾ ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ യോഹന്നാന്റെ സുവിശേഷം 14:15 എഴുതിയിരിക്കുന്നൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:15 യേശു ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇവിടെ സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ സത്യത്തിൻ്റെ ആത്മാവ്, സത്യം എന്ന് വെച്ചാൽ ദൈവവചനമാണ്, ദൈവ ഇഷ്ടപ്രകാരമാണ് നമ്മളെ നയിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സത്യത്തിൻ്റെ ആത്മാവ്, സത്യത്തിൽ വഴി നടത്തുന്ന ആത്മാവ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നാ, നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പാട്ടൊക്കെ പാടും, സ്നേഹിക്കുന്നേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാട്ടൊക്കെ പാടും. നമ്മൾ ചർച്ചിൽ നിൽക്കുമ്പോൾ ഭയങ്കര ദൈവസ്നേഹമാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിനോടുള്ള സ്നേഹമുണ്ടോ, യേശുവിനോടുള്ള സ്നേഹമുണ്ടോ? ആ സ്നേഹത്തെ പ്രതി ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കണം എന്നുള്ള താല്പര്യം, അതിനുള്ള സമർപ്പണം നമുക്കുണ്ടോ? നിങ്ങൾ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനായി നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അറിഞ്ഞ വചനം, കേട്ട ദൈവിക ഉപദേശങ്ങളെ നമ്മൾ അനുസരിക്കുന്നവരാകണം. അതാണ് ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനൊരു തെളിവുണ്ടാവും, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി, പലർക്കും ദൈവസ്വരം കേൾക്കുന്നില്ല എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ദൈവസ്വരം കേൾക്കണമെങ്കിൽ ആദ്യം ദൈവം പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. മനസ്സിലായത്? ദൈവവചനം എന്ത് പറയുന്നതോ അതനുസരിക്കാൻ നമ്മൾ സമർപ്പിതരായിരിക്കണം. അങ്ങനെ സമർപ്പിതരാണെങ്കിൽ, നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. കാരണം അനുസരണമുള്ളവരോട് മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളല്ലോ, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളൊരു ശുശ്രൂഷയിലിരിക്കും, വ്യക്തിപരമായ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ വചനം നമ്മളോട് സംസാരിക്കുക. ദൈവം നമ്മളോട് ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഈ തിരുവെഴുത്തുകളിലൂടെയാണ്.
അത് നമ്മൾ അനുസരിക്കണം. അതനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് വ്യക്തിപരമായ ആത്മാവ് ദൈവം നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വിഷയത്തിന് മുമ്പ് നിൽക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അപ്പം ആദ്യം ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണോ എങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുക. മനസ്സിലാവുന്ന അപ്പോൾ നിങ്ങൾ വായിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ചെയ്യാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടണം. വേണ്ടാന്ന് വെക്കണം ദൈവം പറയുന്നുവെങ്കിൽ വേണ്ടാന്ന് വെക്കണം, ചെയ്യണം എന്ന് ദൈവം പറയുന്നുവെങ്കിൽ ചെയ്യണം. അതാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത്, നിങ്ങൾ വചനം വായിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുക. അപ്പം നമ്മൾ ആദ്യം ദൈവവചനം വായിച്ച് നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് സ്വയമായി വായിച്ച് മനസ്സിലാക്കുന്നതിനോട് നമ്മൾ അനുസരണം കാണിക്കണം. അനുസരണം കാണിച്ചെന്നാൽ വ്യക്തിപരമായി നമ്മളുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും ദൈവം നമ്മളോട് സംസാരിക്കും. ഈ വചനത്തിൻ്റെ തന്നെ ആഴമായ വെളിപ്പാടുകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. നമുക്കിനി അടുത്തത് നോക്കാം. നമുക്കിനി ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14:23 നമുക്കൊന്ന് വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. കേട്ടോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പം യേശുവിൻ്റെ വചനം നമ്മൾ അനുസരിച്ചാൽ എന്ത് വെച്ചു? അപ്പോൾ യേശുവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അവിടെ അപ്പോൾ നമ്മൾ യേശുവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ പിതാവ് നമ്മളെ സ്നേഹിക്കും, പിതാവും പുത്രനും നമ്മളോട് കൂടെ വന്ന് വാസം ചെയ്യുമെന്ന് അവിടെ എഴുതിയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ആ താഴത്തേക്ക്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അടുത്ത എഴുതിക്ക്, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. യേശു പറയണ, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. അപ്പോൾ യേശു ഈ ഭൂമിയിൽ സംസാരിച്ചത് മുഴുവനും സ്വന്തമായിട്ടല്ല, പിതാവിൽ നിന്ന് കേട്ടു പിതാവ് പറഞ്ഞത് മാത്രമാണ് യേശു സംസാരിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമുക്ക് പല ഭാഗങ്ങളിലും യേശു കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മളിവിടെ ഒരു ഭാഗം കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14:8 നമ്മളിങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഫിലിപ്പോസ് പറയണേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന്. അപ്പോൾ യേശു പറയണം, ഫിലിപ്പോസേ, ഞാൻ ഇത്രയും കാലം നിന്നോട് കൂടെ ഇരുന്നിട്ടും നിങ്ങളെന്നെ അറിയുന്നില്ലയോ? അതുകൊണ്ട് യേശു പറയും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും, കണ്ടോ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഫിലിപ്പോസിനോട് യേശു കർത്താവ് പറഞ്ഞത് എന്തെന്നാ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. ഞാൻ സ്വയമായി സംസാരിക്കുന്നില്ല, പിതാവ് എന്നിലിരുന്ന് തൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് താഴേക്ക് വരുമ്പോഴേക്കും വായിക്കുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം. കണ്ട, പ്രവൃത്തി നിമിത്തം, യേശുവിൻ്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. നമ്മളറിയണം, യേശു ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തി എന്താണ് ശിഷ്യന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചെന്നു അതിലുള്ള അതിനെക്കുറിച്ച് ഞാൻ ശുശ്രൂഷിക്കും, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന അതനുസരിച്ച് ഞാൻ പറഞ്ഞു തരും എന്താണ് ശിഷ്യന്മാർ യേശു ചെയ്തതിനേക്കാളും വലിയത് ശിഷ്യന്മാർ ചെയ്തത് എന്താണെന്ന്. ഇവിടെ യേശു പറയുന്നുണ്ടല്ലോ, ഞാൻ ചെയ്തതിനേക്കാളും വലിയവ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അത് ആമേനാമേൻ എന്ന് പറഞ്ഞാൽ, ആമേനാമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ.
ഹല്ലേലൂയ. ആ പ്രവൃത്തി എന്താണ് ചെയ്തതെന്നുള്ളത്, യേശുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർ യേശു ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി എന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഭാഗം എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ഈ ഫിലിപ്പോസ് ചോദിച്ചാൽ പിതാവിനെ കാണിച്ചു എന്ന് പറയുമ്പോൾ, പിതാവ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു എന്ന് വെച്ചാൽ പിതാവാണ് യേശുവിലിരുന്ന് പ്രവർത്തിച്ചത് മുഴുവനും. നമ്മളറിയണം, യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ്? സ്നാപക യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് യേശു കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത്. അപ്പോൾ അഭിഷേകമാണ് യേശുവിനെ കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പ്രാപ്തനാക്കിയത്. പിതാവിൽ നിന്നും അയച്ചു കൊടുത്ത പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലിറങ്ങിയിട്ടാണ് യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? ഈ അഭിഷേകം തന്നെയാണ് നമ്മുടെ മേലും വന്നിരിക്കുന്നത്. എങ്കിൽ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിനൊക്കെ വലിയ നിങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെന്താ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, അതല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ പകർന്ന നമ്മളിലുള്ള അഭിഷേകത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കണം, ശുശ്രൂഷകരെ പ്രത്യേകിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഒരു രോഗി വന്നാൽ കൈവെക്കണം, യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് ശാസിക്കണം. കാരണം യേശുവിൻ്റെ നാമം പറയുമ്പോൾ നിങ്ങൾക്കൊരു വെളിപ്പാട് കൂടി ഉണ്ടായിരിക്കണം. ഈ യേശുവാണ് ക്രിസ്തു. ഈ യേശു അടിയേറ്റതിനാലാണ് ഇവൻ്റെ സൗഖ്യം. ഇവൻ്റെ അവകാശമാണ്. ഏതൊരു മനുഷ്യൻ്റെ അവകാശമാണ് യേശു അടിയേറ്റതിനാലുള്ള സൗഖ്യം. കാരണം യേശു അവൻ്റെ കൂടി സൗഖ്യത്തിന് വേണ്ടിയാണ് ക്രൂശിൽ വില കൊടുത്തത്. യേശു 1 കുറിയ 40 വട്ടം അടിയേറ്റത്, 39 വട്ടം അടിയേറ്റത് ഇവൻ്റെയും കൂടി സൗഖ്യത്തിന് വേണ്ടിയാണ്. ആ വെളിപ്പാട് ഉണ്ടായിരിക്കണം ഈ പ്രാർത്ഥിക്കുന്നവന്. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവാണെന്നുള്ള വിശ്വാസമാണ്. യേശു ക്രൂശിൽ ഈ മനുഷ്യൻ്റെ കൂടി സൗഖ്യത്തിന് വേണ്ടി വില കൊടുത്തതാണ്. അതുകൊണ്ട് ഇവന് ഈ സൗഖ്യത്തിൻ്റെ അവകാശമാണ്. അവന് സൗഖ്യം കിട്ടിയേ പറ്റൂ. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അടിപ്പണരാളുടെ സൗഖ്യം ഇവൻ്റെ മേൽ വ്യാപരിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ പറയുന്ന വ്യക്തിക്ക് വെളിപ്പാടുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവാ, അതായത് യേശുവിൻ്റെ കൂടി സൗഖ്യത്തിന് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതാ. ആ വിലയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഓഹരിയാണ് ഞാൻ ഇവന് വേണ്ടി ചോദിക്കുന്നത്. അതുകൊണ്ട് അത് കിട്ടും. ആ വെളിപ്പാടോടെ ചോദിക്കുന്നവന് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടോടുകൂടി യേശുവിനെ സമീപിച്ചോ പലരും വന്ന് വിടുതൽ പ്രാപിക്കുന്നതുണ്ട്. അതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോണേണ്, നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഒന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പിന്നെ അടുത്തത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യം എന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. താഴത്തേക്ക് വായിക്കുന്നുണ്ട്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ലോകക്കാരായിട്ട് തന്നെ നിന്നിട്ടാണോ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ട് നമ്മളെ സകല സത്യത്തിൽ വഴി നടത്താൻ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നമുക്ക് സകല സത്യത്തിലും ദൈവത്തിൻ്റെ വചനത്തിൽ വഴി നടക്കാൻ കഴിയാത്തത് കൂടുതലും നമ്മൾ ലോകക്കാരെ പോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു, ജഡമോഹങ്ങളിൽ ജീവിക്കുന്നു എന്ന് ചുരുക്കം. നമുക്ക് ജഡത്തെ നമുക്ക് കസ്റ്റഡിയിൽ എടുക്കണം. മനസ്സിലായ? ജയകരമായ ക്രിസ്തീയ ജീവൻ നയിക്കണമെങ്കിൽ ജഡത്തെ കസ്റ്റഡിയിൽ എടുക്കണം. ജഡത്തെ നമുക്ക് ആത്മാവിനനുസരിച്ച് നടക്കുന്നതായി തീർക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം മെയിനായിട്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വചനങ്ങളും, അപ്പോസ്തലന്മാരെ എഴുതിയ ലേഖനങ്ങളും അതിന് നമ്മളെ സഹായിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ആധികാരികമായിട്ട് അപ്പോസ്തലന്മാരെ എഴുതിയ ലേഖനങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഉപദേശിച്ച ഉപദേശങ്ങളാണ് ഒരു വിശ്വാസിക്ക്, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ആദ്യം ആവശ്യം അതാ. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കപ്പെട്ട സഭയിൽ വരുന്നവന് ആദ്യം കൊടുക്കേണ്ട ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 28 അവസാനം പറഞ്ഞത് എന്തെന്നാ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കണം. അതാണ് സഭയുടെ ആധികാരികമായ ഉപദേശം. ഞാൻ വീണ്ടും ഓരോ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഇതിൽ നിന്നും വ്യതിചലിച്ചാണ് സഭകൾ പോകുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ വീണ്ടും ഞാനിത് പറയുന്നത്.
അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറയാം. എന്നിട്ട് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ചവർ സഭക്കകത്തെത്തി. സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശുശ്രൂഷകരുടെ ഉത്തരവാദിത്തം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ജനത്തെ നയിക്കുക, ഉപദേശിച്ച് അവരെ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം അവരെ പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കുവാനുള്ള ആ ഉപദേശം കൊടുത്ത് അവരെ ദൈവരാജ്യത്തിൻ്റെ ഡിസിപ്ലിനിൽ നിയമത്തിനുള്ളിൽ ജീവിക്കുന്നവരാക്കി മാറ്റുക. അപ്പോൾ അവരെ ആ നിലവാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ അതിനായി സഹായിക്കുവാനാണ് പരിശുദ്ധാത്മാവ് വരെ. അവിടെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ കാത്തുകൊള്ളും. അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത ഒരു ദൈവ പൈതൽ അല്ല ഏതൊരു മനുഷ്യനും അത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. ഇന്നലെ നമ്മൾ വായിക്കുകയുണ്ടായിരുന്നു, യോഹന്നാൻ 3 നമ്മൾ വായിക്കുകയുണ്ടായിരുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല. വീണ്ടും യേശു പറഞ്ഞു, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ ശുശ്രൂഷിച്ചു. ഇന്നലത്തെ ഭാഗങ്ങൾ കേൾക്കാതെയാണ് നിങ്ങൾ ഇന്നത്തെ ഭാഗം കേൾക്കുന്നതെങ്കിൽ ഇന്നലത്തെ കൂടി ഒന്ന് കേൾക്കുക. അതിൽ ഞാൻ 2 വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാകുന്നതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടെന്നാൽ കൂടുതൽ വ്യക്തത വരും. പിന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ആദ്യം യേശു പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല. ഞാനിത് നിങ്ങളോട് എന്നെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി ഞാൻ പരിശീലിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്നിലേക്ക് വെൽക്കം ചെയ്യും. പരിശുദ്ധാത്മാവെ എന്നെ പൂർണ്ണമായിട്ട് അങ്ങേറ്റെടുക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നിങ്ങൾ ചോദിക്കും, അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലില്ലേ? ഉണ്ട്. നമ്മുടെ ആത്മാവിൽ ആത്മാവുണ്ട്, നമ്മുടെ ആത്മാവിൽ. പക്ഷെ നമ്മുടെ ജഡം ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ജഡത്തിൻ്റെ നിയന്ത്രണത്തെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലക്കാണ് നമ്മൾ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് പൂർണ്ണമായി നിറയണം, എൻ്റെ ചിന്തകളെ വിചാരങ്ങളെ എല്ലാം പരിശുദ്ധാത്മാവെ അങ്ങ് നിയന്ത്രിക്കണം എന്നും പറഞ്ഞ് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളൊരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുമ്പോൾ, അതുപോലെ വചന ശുശ്രൂഷയിൽ കേൾക്കുമ്പോൾ, അതുപോലെ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ആരാധിക്കുവാൻ, വചനം കേട്ട് അതിൻ്റെ വെളിപ്പാട് ഗ്രഹിപ്പാൻ എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും ദൈവരാജ്യത്തിൻ്റെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞതാണ്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ലെന്ന്. അപ്പോൾ വീണ്ടും ജനനം ആയ ഒന്നാമത്തെ വീണ്ടും ജനനം നമ്മുടെ ആത്മാവ് നടന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തെ മനുഷ്യനെയും കൂടി നിയന്ത്രിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകൾ. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അവിടെ ഉപയോഗപ്പെടുത്താതെ ആത്മാവിലിരുന്ന് വചനത്തിൻ്റെ മർമ്മങ്ങളെ, പൊരുളുകളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ദൈവം ഉദ്ദേശിച്ചത് ആ വചനത്തിലൂടെ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: പ്രാർത്ഥിക്കാനായിട്ടും വചനം വായിക്കുവാനായിട്ടും സഭ കൂട്ടായ്മകൾ എല്ലാത്തിലും ദൈവികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ, പ്രവേശിക്കുമ്പോൾ തന്നെ, അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവെ എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് നിയന്ത്രിക്കണം എന്നും പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവാത്മാവ് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ അബലമാക്കി ആത്മമണ്ഡലങ്ങൾ ഓപ്പണാക്കി ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവികമായ വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരും. തീർച്ചയാണത്. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കിന്നത്തെ ശുശ്രൂഷ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവിക വെളിപ്പാടുകളെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അത് അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ, ഇനി മുതൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ എന്തെന്ന് അറിയാനായിട്ട്
ക്രിസ്തുവിൻ്റെ ഉപദേശം അത് ഗിരിപ്രഭാഷണത്തിലാണ് നമ്മൾ മത്തായി സുവിശേഷം 5 ഗിരിപ്രഭാഷണത്തിലാണ് തുടക്കം. അതൊക്കെ ഒന്ന് വായിക്കുക. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ എല്ലാ ഇടങ്ങളിലുള്ള പ്രസംഗങ്ങളും ഉപദേശങ്ങളും, അതുപോലെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ, മറ്റുള്ളവരോട് യേശു എങ്ങനെ ഇടപെടുന്നു, ഇതെല്ലാം നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവരായി മാറുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കും. നന്മയും കരുണയും ആയുഷ്കാലം നമ്മളെ പിന്തുടരും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ മറ്റു സഹോദരികൾക്കെല്ലാം ഷെയർ ചെയ്യുക. ഈ അന്ത്യകാലത്ത് നമുക്ക് ആദിമ സഭ എങ്ങനെയായിരുന്നോ അതുപോലുള്ളൊരു സഭ വെളിപ്പെടണം, ഒരു കൂട്ടായ്മ വെളിപ്പെടണം. ആ വെളിപ്പാടിലുള്ള ജനം എഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദേശത്തെ പിടിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടിട്ടാണ് ഇത്രയും സഭകൾ, ഇത്രയും കൂട്ടായ്മകൾ ഉണ്ടായിട്ടും ദേശത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ സഭ, ആ സഭയെ നിയന്ത്രിക്കേണ്ടത് ആരാ? ക്രിസ്തുവായിരിക്കണം. മനുഷ്യൻ്റെ ബുദ്ധിയോ മനുഷ്യൻ്റെ കാഴ്ചപ്പാടോ മനുഷ്യൻ്റെ നിയോഗങ്ങളെന്ന് പറഞ്ഞ് മനുഷ്യൻ്റേതായ താല്പര്യങ്ങളിലൊന്നുമല്ല ദൈവസഭ പോകേണ്ടത്. ദൈവസഭ എന്താണെന്നുള്ളതാണ് ദൈവം വെളിപ്പെടുത്തിയത്. അത് ക്രിസ്തുയേശുവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനമിട്ടാണ് സഭ പണിയപ്പെടേണ്ടത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലാണ് സഭ നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടു വരുന്നവർ ഓരോരുത്തരും നമ്മൾ അനുദിനം നമ്മൾ ദൈവത്തോട് അനുരൂപരായി, ക്രിസ്തുവിനോട് അനുരൂപരായി തീരും. നമ്മളിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വസിക്കും. ദൈവാത്മാവ് നമ്മളിലിരുന്ന്, ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ വായിച്ച പോലെ പിതാവ് എന്നിലിരുന്ന് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ പിതാവ് നമ്മളിലിരുന്ന് തൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേശത്തെ പിടിച്ചെടുക്കാൻ കഴിയും. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് വചന വെളിപ്പാടിൽ മുന്നേറാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.